എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഫുൾ കലിപ്പില് ഫ്രാങ്കി അവനാണെങ്കിൽ ആ അസിസ്റ്റന്റ് പെണ്ണിനെ ഇടിക്കാനായിട്ട് വരും. പക്ഷെ അപ്പോഴേക്കും ആ ബാർമാൻ വില്ലൻ അവനിപ്പോ ഫ്രാങ്കിയെ തടയും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പഞ്ച് നീ തടയുമെന്ന് ചോദിച്ച് ഫ്രാങ്കി അവനെ കഴുത്തിന് പിടിച്ച് മുകളിലേക്ക് ഉയർത്തും. അപ്പോഴായിരിക്കും വില്ലന്മാർക്ക് ഫ്രാങ്കിയുടെ പവർ എന്താണെന്ന് മനസ്സിലാവുക. ഉടനെ ലുച്ചി അവൻ ഓടി വന്ന് ഫ്രാങ്കിയെ ചവിട്ടി താഴെയിടും. അതിനുശേഷം ലുച്ചി അവൻ ബാക്കിയുള്ളവരോട് പറയും, ഒരു കാരണവശാലും ഫ്രാങ്കിയെ കൊല്ലാൻ പാടില്ല. ആ ഒരു ബ്ലൂ പ്രിന്റ് അത് നമുക്ക് കിട്ടിയേ പറ്റൂ. അത് കിട്ടിയതിനു ശേഷം നമുക്കിവനെ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലാം. ഉസോപ്പ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഫ്രീസായിട്ട് നിൽക്കും. ഉസോപ്പ് ചോദിക്കും, ഇവരെല്ലാവരും ആ ഷിപ്പ് യാർഡില് ഐസ്ബർഗിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരല്ലേ, ഇവരെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? ഫ്രാങ്ക് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ടീമിലെ പെൺകുട്ടികളെ തല്ലി താഴെയിടും. എനിക്ക് അവര് എന്റെ മക്കളെ പോലെയാണ്. ഉടനെ അവര് പറയും, ഞങ്ങൾ ആക്ച്വലി ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ഏജൻസ് ആണ്. നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. നിന്റെ യഥാർത്ഥ പേര് അത് കട്ടി ഫ്ലെയിം എന്നല്ലേ? അത് കേട്ട് ഫ്രാങ്കി അവൻ ഷോക്കാവും. അവര് പറയും, നീ ആ ടോമിന്റെ ശിഷ്യനല്ലേ? 8 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നാണ് എല്ലാവരും നിന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്. അത് കേട്ട് ഫ്രാങ്കി പറയും, നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 100% കറക്റ്റാണ്. ഇത് നിങ്ങൾ ഐസ്ബർഗിൽ നിന്നായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. സത്യം പറയും അവനവിടെ. അതിനവര് പറയും, നിന്റെ ഫ്രണ്ടിനെ ഞങ്ങൾ തല്ലിക്കൊന്ന് കടലിൽ താഴ്ത്തി. അത് കേട്ട് ഫ്രാങ്കി ഷോക്കാവും. ഉടനെ അവര് നടന്ന എല്ലാ കാര്യങ്ങളും ഫ്രാങ്കിയോട് പറയാൻ തുടങ്ങും. അവൻ ഒരു സെക്കൻഡ് പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കും. ഐസ്ബർഗിനെ കണ്ടുമുട്ടിയതും അവര് ട്രെയിനിങ് എടുത്തതും പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം അവനെ വീണ്ടും ഈ ഐലാൻഡിൽ വെച്ച് കണ്ടത്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തത്, അങ്ങനെ എല്ലാം അവനിപ്പോ ആലോചിച്ചെടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ അവർ ചോദിക്കും, മര്യാദയ്ക്ക് ആ ആൻഷ്യൻ വെപ്പൺ പ്ലൂട്ടോന്റെ സ്കെച്ച് അത് ഞങ്ങൾക്ക് താ, അല്ലെങ്കിൽ ഐസ്ബർഗിനെ പോലെ നീയും ദാരുണമായിട്ട് കൊല്ലപ്പെടും. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പോഴും ഒരു വലിയ ഷോക്കിലാണ്. ഐസ്ബർഗിനെ കൊന്നുകളഞ്ഞു എന്നവര് പറഞ്ഞ ആ ഒരു സെന്റൻസ് അത് അവനെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ അവരൊന്നിച്ചായിരുന്നു. കട്ടിഫ്ലമായ അവന് ഫ്രാങ്കി എന്നുള്ള പുതിയൊരു പേര് കൊടുത്തത് പോലും ഐസ്ബർഗ് ആണ്. ഫ്രാങ്കി ഫുൾ കലിപ്പില് ഇപ്പൊ കൈ ചുരുട്ടി അവർക്ക് നേരെ ആഞ്ഞിട്ടിക്കും. പക്ഷെ ലുച്ചി അവ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഫ്രാങ്കിയുടെ മുൻപിൽ വരും. എന്നിട്ട് അവന്റെ മുഖത്ത് ആഞ്ഞിട്ടിക്കും. സോപ്പിനാണെങ്കിൽ അവൻ എങ്ങനെ ഫ്രാങ്കിയുടെ അടുത്ത് എത്തി, എങ്ങനെ ഫ്രാങ്കിയെ ഇടിച്ചു എന്നൊന്നും മനസ്സിലാവില്ല. ഫ്രാങ്കി ആണെങ്കിൽ ഒരു ചുമരും തകർത്ത് അങ്ങനെ ദൂരെ പോയി വീണ് കിടക്കുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരും അവന്റെ അടുത്തേക്ക് വരിക. അവൻ കിടക്കുന്ന ആ ഒരു സ്ഥലം കണ്ട് അവരെല്ലാവരും ഷോക്കാവും. അവിടെ പഴയ ഒരുപാട് ബുക്സ്, ഡോക്യുമെന്റ്സ്, അങ്ങനെ പല സാധനങ്ങളും അവര് കാണും. ഉടനെ വില്ലന്മാര് പറയും, ഇവിടെ എവിടെയോ ആ സ്കെച്ച് അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവര് 4 പേരും അവിടെ മുഴുവൻ അരിച്ചു പെറുക്കും. അപ്പോ ഒരു നെയിം ബോർഡ് അവർ കാണും, കട്ടി ഫ്ലോം, ടോം, ഐസ്ബർഗ്. അവരിപ്പോ അതിന്റെ തൊട്ടടുത്തായി ഒരു പഴയ ഫോട്ടോ കാണും. അതെടുക്കാൻ പോകുമ്പോഴേക്കും ഫ്രാങ്കി ഉഷാറായിട്ട് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഫുൾ കലിപ്പില് അവരോട് പറയും, ആ ഫോട്ടോയിൽ തൊട്ടു പോരുത്, അതിൽ തൊട്ടാ നിങ്ങൾ വിവരം അറിയും. ഫ്രാങ്കി ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ടോമും ഐസ്ബർഗും ഫ്രാങ്കിയും അവരെല്ലാവരും ഹാപ്പിയായി ആ ഐലാൻഡിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഫ്രാങ്കി. അവനൊരു മോൺസ്റ്റർ ഫിഷിനെ വെറുപ്പിച്ച് കടൽക്കരയിലേക്ക് ഉഷാറായിട്ട് പോവാ. ആ ഒരു മോൺസ്റ്റർ ഫിഷ് അവന്റെ പിന്നാലെ വരും. ഫ്രാങ്കി ആണെങ്കിൽ അങ്ങനെ സ്പീഡിൽ വന്ന് ഐസ്ബർഗ് റിപ്പയർ ചെയ്തിരുന്ന ഒരു കപ്പലിലേക്ക് വന്ന് അടിച്ചു വീഴും. ഉടനെ അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഫ്രാങ്കിയുടെ തൊട്ട് പിന്നാലെ വന്ന ആ മോൺസ്റ്റർ ഫിഷ് അതിപ്പോ കരയിൽ വീണ് അതിന്റെ കാറ്റ് പോവും. അപ്പോഴായിരിക്കും അവരുടെ മാസ്റ്റർ ടോം ആളവിടേക്ക് വരിക. ആള് വലിയൊരു കപ്പലെടുത്ത് മുകളിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് സ്കൈയിൽ വെച്ച് അതിന്റെ ഓരോരോ പാർട്സ് ആയിട്ട് അങ്ങനെ ഫിറ്റ് ചെയ്യാണ്. ഫ്രാങ്കിയും ഐസ്ബർഗും അവർ രണ്ടുപേരും അതുകൊണ്ട് ഷോക്കാവും. പിന്നീട് അവർ 3 പേരും ചേർന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചും ഒരുപാട് കാര്യങ്ങള് പരസ്പരം ഷെയർ ചെയ്തും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മ ആളാണ് ടോമിന്റെ അസിസ്റ്റന്റ്. ഗ്രാൻഡ്മയാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അന്ന് നൈറ്റ് ടോം ആള് കാര്യമായിട്ട് പൈററ്റ്സുകളുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഐലാൻഡിനെ
അതിനെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ പുതിയൊരു ബോട്ട് രൂപകൽപ്പന ചെയ്യാണ്. ആ ഒരു ട്രെയിൻ അത് കണ്ടുപിടിക്കാനുള്ള ചില സ്കെച്ചുകളാണ് ടോം വളരെ കാര്യമായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗവൺമെന്റിന്റെ ജുഡീഷ്യൽ കപ്പല് അതിപ്പോ ഐലാൻഡിലേക്ക് വരും. ഗവൺമെന്റിന്റെ സഞ്ചരിക്കുന്ന കോടതി എന്നാണ് ആ ഷിപ്പ് അറിയപ്പെടുക. ഏതെങ്കിലും ഐലാൻഡുകളിലുള്ള പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കാനാണ് ഈ ഒരു കപ്പല് അത് ഉപയോഗിക്കുക. ഉടനെ ആ കപ്പലിൽ നിന്ന് ഒരുപാട് നേവി സോൾജേഴ്സ് പുറത്തേക്ക് വന്ന് ടോമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഫ്രാങ്ക്യും ഐസ്ബർഗും അത് കണ്ട് നിലവിളിച്ച് കരയും. ആള് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ എത്തും. കപ്പലിന്റെ ഉള്ളില് ഒഫീഷ്യൽസ് ടോമുമായിട്ട് സംസാരിക്കുകയാണ്. പൈററ്റ് ഹെഡ് കോൾഡ് റോജറിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു, പക്ഷെ ഒരു ബ്രഹ്മാണ്ഡ പൈററ്റ് കപ്പല് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇത് ശരിക്കും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഇവരത് ഡിസ്കസ് ചെയ്യുന്ന അതേ സമയത്ത് ഫ്രാങ്കി അവനിപ്പോ ആ കപ്പലിന്റെ അടുത്തേക്ക് വരും. അപ്പ ജഡ്ജി ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇത്രയും വലിയ തെറ്റ് ചെയ്ത മാസ്റ്റർ ടോം, നിങ്ങൾക്ക് വധശിക്ഷയാണ് ഞാൻ വിധിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പ സിറ്റി മുഴുവൻ ടോമിനെ തൂക്കിക്കൊല്ലാൻ പോകുന്ന കാര്യം കാട്ടുതീ പോലെ പടരും. അപ്പോഴായിരിക്കും ഇവിടെ ടോം പറയാ, നിങ്ങൾ പറയുന്നത് പോലെ ഒരു മറൈൻ കപ്പൽ ഉണ്ടാക്കാനല്ല, മറിച്ച് ഒരു സീ ട്രെയിൻ അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതിനുള്ള സ്കെച്ചാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ആക്ച്വലി ഈ ഒരു ഐലാൻഡില് ഒരു തരത്തിലുള്ള വ്യവസായങ്ങള് നടക്കുന്നില്ല. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. ഇൻ കേസ് ഈ ഒരു ഐലാൻഡില് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തന്നെ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. സോ അതിനെല്ലാം പരിഹാരമായി ഒരു ട്രെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. അത് കേട്ട് ജനങ്ങളും ആ ജഡ്ജും ഷോക്കാവും. ജഡ്ജ് ഇപ്പോ ആ സീ ട്രെയിനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അതിന് ടോം പറയും, ആ ഒരു ട്രെയിനിന്റെ സഹായത്താല് ലോക്ക് പോസ് ഇല്ലാതെ ജനങ്ങൾക്ക് പല സിറ്റികളിലേക്കും പല ഐലാൻഡുകളിലേക്കും പോവാൻ കഴിയും. ഒരേ സമയം ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും ഗുഡ്സ് കൊണ്ടുപോകാനും അത് ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല ഈ ട്രെയിനിന്റെ ട്രാക്ക് അതൊരു കയറ് പോലെ വെള്ളത്തിൽ ഫ്ലോ ചെയ്യും. പക്ഷെ ഒരു കാരണവശാലും ട്രെയിൻ പാളം തെറ്റുകയോ ഡിസ്പ്ലേസ് ആവുകയോ ചെയ്യില്ല. മാത്രമല്ല അക്വാലോഗിൽ ഒരിക്കലും അത് മുങ്ങിപ്പോവില്ല. മോൺസ്റ്റർ ഫിഷ് അതിന്റെ സൗണ്ട് കേട്ട് അതിന്റെ 7 അയലത്ത് പോലും വരാതെ ട്രെയിൻ സുഖമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. 4 ഐലാൻഡുകളിൽ ഇത് കണക്ട് ആവും വിധമാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ തന്നെ ട്രേഡിങ്ങും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആവും. വാട്ടർ 7 ആകെയുള്ള ഹോപ്പ് അത് ഈ സീ ട്രെയിനാണ്. അതുപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ലോകം മുഴുവൻ കണക്ട് ചെയ്യാം, കറങ്ങാം. സോ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന് അനുവദിക്കുകയാണെങ്കിൽ വലിയൊരു റെവല്യൂഷൻ ആയിരിക്കും ഇതിലൂടെ നാളത്തെ തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. അത് കേട്ട് ജഡ്ജ് വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. ജഡ്ജ് ചോദിക്കും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് എത്ര വർഷം ആവശ്യമാണ്? അതിന് ടോം പറയും, 10 വർഷം. 10 വർഷം ഉണ്ടെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഉടനെ ജഡ്ജ് അതിന് അപ്രൂവ് ചെയ്ത് ടോമിനെ വിട്ടയക്കും. കട്ട് ചെയ്ത വീണ്ടും അവരെല്ലാവരും തിരികെ വീട്ടിലേക്ക് വന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. പക്ഷെ ഫ്രാങ്കിക്ക് മാത്രം ഭയങ്കര ദേഷ്യം. ടോം ഫ്രാങ്കിയോട് കാര്യം തിരക്കും. അതിന് ഫ്രാങ്കി പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ. നമ്മളാണ് ഈ വേൾഡിൽ വെച്ച് നമ്പർ 1 ഷിപ്പ് റൈറ്റ്സ്. എന്നിട്ട് നമ്മളെ ആരെയും ജനങ്ങളോ നീതിപീഠമോ ഒന്നും തന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല. മാത്രമല്ല നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്യാനും ഹരാസ് ചെയ്യാനും കുറ്റപ്പെടുത്താനും മാത്രമാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. നമ്മൾ ഇന്ന് വരെ നന്മയല്ലാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനാ ഇവരെല്ലാവരും നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരുടെ പെറ്റ് തവള അതിനാണെങ്കിൽ ഫ്രാങ്കി ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് വെള്ളത്തിൽ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് മുൻപോട്ട് നീന്തും. ആക്ച്വലി ഈ തവളയാണ് നമ്മുടെ ആൾക്കാര് മുൻപ് ട്രെയിനിന് മുൻപിൽ കണ്ട അതേ തവള. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ടോം അവൻ ഒരു സെക്കൻഡ് ഫ്രാങ്കിയെ കുറിച്ച് ആലോചിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ക്രാപ്പ് ഐലാൻഡിൽ നിന്നാണ് ടോമിന് ഫ്രാങ്കിയെ കിട്ടിയത്. ആക്ച്വലി ഫ്രാങ്കിയുടെ പാരന്റ്സ് അവന് കുരുത്തക്കേട് കൂടുതലാണെന്നും പറഞ്ഞ് ആ സ്ക്രാപ്പ് ഐലാൻഡിലേക്ക് അവനെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പക്ഷെ അവന്റെ കഴിവും ടാലന്റ് ഒക്കെ കണ്ട് ടോമാണ് അവനെ കൂടെ കൂട്ടി ഇവിടേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾ കഴിയുന്തോറും ടോം ആ ട്രെയിനിന്റെ പ്ലാൻ അത് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ദിവസങ്ങൾ പോകുന്തോറും അവര് ഹാർഡ് വർക്ക് ചെയ്ത് ആ ട്രെയിനിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അതേസമയം സിറ്റിയില് ജനങ്ങളെല്ലാവരും വലിയ സ്ട്രെസ്സിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോയി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഒരുത്തൻ സിറ്റിയിലേക്ക് ഓടി വന്ന് നിലവിളിച്ചു പറയാ,
ടോമും ആളുടെ അസിസ്റ്റൻസും ചേർന്ന് ആ ട്രെയിൻ ക്രിയേറ്റ് ചെയ്തു. ഉടനെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് ആ ട്രെയിൻ കാണാൻ അവിടേക്ക് ഓടിയെത്തും. സീ ട്രെയിൻ അതങ്ങനെ സ്റ്റാർട്ടായി മുൻപോട്ട് കുതിച്ചു പായുന്നത് കണ്ട് ജനങ്ങൾ എല്ലാവരും ഒരുപാട് ഹാപ്പിയായി ആർപ്പ് വിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.